പലർക്കും അറിയാം, ഞാൻ തോമസ് അമ്മൻ്റെ മോളാണ്. അത് സീമസ് കോളേജിൽ പഠിക്കാൻ പോകുന്നത് ഒരു ഹൈസ്കൂളിൽ കയറിയപ്പോൾ തൊട്ട് എൻ്റെ അപ്പ പറയും, നിന്നെ മിസ്മേരിയിൽ എടുക്കാൻ വിട്ടാലേ ശരിയാവത്തുള്ളൂ. അതൊരു പേടിയായിരുന്നു എനിക്ക്. ആരെയും മിസ്മേരി ലൈക്ക് അന്നോട്ടൊരു മനസ്സിൽ പേടി ഉണ്ടാക്കിയ ഒരു പേരാണ് മിസ്. അവസാനം കോളേജിൽ അഡ്മിഷൻ്റെ ടൈം ആയപ്പോൾ മിസ് മേരിയുടെ സിസ്റ്റർ മരിച്ചു. ഞാൻ മരിച്ചു, നല്ല കാര്യം, എനിക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ. പക്ഷേ അപ്പോൾ വിട്ടില്ല. എങ്ങനെയോ അഡ്മിഷൻ എനിക്ക് അവിടെ മിസ് മേരി അവിടെ ലാസ്റ്റിലാണ് എനിക്ക് കിട്ടുന്നത്. അത് റിയോസിൽ താമസിച്ചവർക്ക് അറിയാം, അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു, റൂം നമ്പർ 17 ആണ്. ഒരു നീളമുള്ള ഫസ്റ്റ് ഇയർ. അവിടെ ഈ ലാസ്റ്റ് വരുന്ന എല്ലാം അവിടെ ഈ മാർക്ക് കുറഞ്ഞു വരുന്നവർക്കൊക്കെ അവിടെ മിസ് മേരിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു റൂമാണ്. അതിനകത്താണ് എനിക്ക് കിട്ടിയ അഡ്മിഷൻ. അപ്പോൾ എന്ത് ആരും ബഹളം ഉണ്ടാക്കിയാലും റൂം നമ്പർ 17 ഇങ്ങനെ പറയുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. അതൊരു വലിയ പേടിയായിരുന്നു മനസ്സിലാക്കും. ആ അപ്പ ഉണ്ടാക്കിയ പേടിയും മിസ് മേരിയുടെ ഒരിക്കലും മുമ്പോട്ട് ഞാൻ പോയി. പക്ഷേ മിസ് മേരിക്ക് എന്നോട് ദേഷ്യമായിരിക്കും. ഇതായിരുന്നു എൻ്റെ. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിയാറായ പാപ്പ കോട്ടയത്ത് വന്നു. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ലിയോസിൽ ട്രഷറിൻ്റെ വീട് എന്ന് പറയുന്നത് തൊട്ട് താഴെ. എനിക്ക് തോന്നുന്നു ഡിഗ്രി 3rd ഇയർ ആയപ്പോഴാണ് ഒരു ദിവസം 5 മണിക്ക് ഞാൻ ഞെട്ടി എഴുന്നേൽക്കുന്ന മിസ് മേരിയുടെ ശബ്ദം കേട്ടു. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുറി തന്നെയാണ്. പക്ഷെ അവിടെ ബഹളം ഉണ്ടാക്കിയത് എൻ്റെ ജീവിതത്തിൽ അതുപോലെ പേടിയാണ് മിസ് മേരിയുടെ നടക്കുന്നത്. ഞാൻ വിചാരിച്ചു മിസ് മേരിക്ക് എന്നോട് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അവർ 2-3 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കോളേജ് ഡേയാണ്, നിങ്ങളെല്ലാവരും വരണം. അപ്പോൾ പറഞ്ഞു പിള്ളേരെ വിട്ടേക്കാമോ. ഞാൻ കോളേജിലൊക്കെ പോയിച്ച് വന്നിട്ട് ഞാൻ പോയില്ല. മിസ് മേരി അവിടുന്ന് കോളേജിൽ അവിടെ നടക്കുക, അവിടെ വാങ്ങും വീട്ടിൽ. നിങ്ങളെ ഞാൻ വിളിച്ചിട്ട് എന്തുകൊണ്ടാണോ വന്നത് പിടിച്ച് അവിടെ കൊണ്ട് ഞങ്ങളെ വലിയ ഗസ്റ്റായിട്ടൊക്കെ കൊണ്ടിരുത്തി. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം വന്നപ്പോൾ അപ്പോൾ പറഞ്ഞു, നീ വേണം മിസ് മേരിയെ കല്യാണത്തിന് വിളിക്കുക, ഞങ്ങളാരും വിളിക്കത്തില്ല, നീ വേണം വിളിക്കാൻ. ഞാൻ അവിടെ പേടിച്ചു, നീ എങ്ങനെ പോയി പറയുന്നത് എങ്ങനെയാ. പക്ഷേ വലിയൊരു അതിശയമായിട്ട് എൻ്റെ കല്യാണത്തിന് അങ്ങ് വാഴക്കുഴി വരെ വന്ന് എന്നെ അനുഗ്രഹിച്ച ഒരു സ്ത്രീ. അതൊരു കാര്യം എൻ്റെ മനസ്സിൽ വലിയൊരു ഓർക്കുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫെയ്ത്തിനെ ചലഞ്ച് ചെയ്ത ഒരു സംഭവം കോളേജിൽ എന്നുവെച്ചാൽ എൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ മാത്രമേ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ളൊരു ഇതിൽ കൃഷ്ണയ സാർ, ഈവൻ ദോ ഹി ഈസ് എ ഹിന്ദു. ഞാൻ ഈ ഷേക്സ്പിയറിനെയും വേർഡ്സ്വർത്തിനെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കൃഷ്ണയ സാർ പറഞ്ഞു, എനിക്കൊന്ന് പാരഡൈസ് ലോസ്റ്റ് പഠിപ്പിക്കുമ്പോഴാണ് ഇവിടെ എന്തോ ഇങ്ങനെ ഈ പമ്പ് നടന്നു പോകുന്നതൊക്കെ ഡ്രാമാറ്റിക്കായിട്ട് കാണിച്ച് രസമായിട്ട് അതൊക്കെ പഠിപ്പിച്ച് ഒക്കെ പറയുമ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ എന്തോ ക്രിസ്ത്യൻസ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ അപ്പന് കൃഷ്ണയ സാറിൻ്റെ അപ്പ ഫാദർ അയ്യർ സാർ ആണെന്ന് തോന്നുന്നു. പുള്ളി ബൈബിള് എടുത്ത് മേശയിൽ വെച്ചിട്ട് ഇരിക്കത്തില്ല, എഴുന്നേറ്റ് നിന്നാണ് ബൈബിൾ വായിക്കുന്നത്. അത്രയ്ക്ക് ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബൈബിളിനെ എന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതെന്നെ ഇങ്ങനെ കിടക്കുന്ന എന്ന് മാത്രം അവർക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ എന്നുള്ളൊരു അതിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ 82-85 പിന്നെ സീമസ് കോളേജിൽ ചെന്നത്. ബികോം സ്റ്റുഡൻ്റായിട്ട്. പറഞ്ഞ പോലെ കോളേജിൻ്റെ കൂടുതൽ ഓർമ്മകൾ വരുന്നത് ഈ